ഹലോ. അപ്പോൾ പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കോയമ്പത്തൂർക്കാണ് കേട്ടോ പോണത് ഇഷ ഫൗണ്ടേഷൻ കാണാൻ വേണ്ടിയിട്ട്. പോണ വഴി ഇതേപോലെ ഒരുപാട് വിൻമിൽസ് ഉണ്ട് കണ്ടു കേട്ടോ. നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലൈ ഓവേഴ്സ് തന്നെ മുക്കിന് എവിടെ തിരിഞ്ഞാലും അവിടെ ഫ്ലൈ ഓവറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ അപ്പോഴേക്കും ഒരു എത്തിയിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി അച്ഛനും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ. അവിടെ എത്തുന്നിടം വരെയും കണ്ണൻകുട്ടി ഭയങ്കര ഓണായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടോ. അവിടേക്ക് എത്തിയുമ്പോഴത്തേക്കും അവിടുത്തെ നേച്ചർ തന്നെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഗേറ്റ് കടന്ന് സെക്യൂരിറ്റി നമ്മൾ സ്വീകരിച്ചു കേട്ടോ. നേരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 1 രൂപ പോലും അവർ പാർക്കിംഗ് ചാർജ് എടുത്തിട്ടില്ല കേട്ടോ. അത് എടുത്ത് പറയാനുള്ള കാര്യമാണ്. അപ്പോഴേക്കും നമ്മൾ ദൂരെ നിന്നിട്ട് നമ്മുടെ ഭഗവാനെ നമ്മൾ കണ്ടു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നടക്കാം കേട്ടോ. എൻ്റെ ഫോണായതുകൊണ്ട് പറയാലോ, ഇതുപോലെ ഡ്യുവൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടുത്തെ നേച്ചറൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഭഗവാനെയൊക്കെ കണ്ണിറെ കണ്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു അവിടെ. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കാളവണ്ടിയിൽ പോവാം. ഇത് പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ബാക്കിലായിട്ടൊരു ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. കുറച്ച് ദൂരെയാണ്, അങ്ങോട്ടാണ് കേട്ടോ പോണത്. അവിടെ ഇതേപോലെ കുറേ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ യുണീക്കായിട്ടുള്ള കുറേ ആൻറ്റിക് പീസസും ഡ്രസ്സും അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ എത്തുന്നത് ഭഗവാന്റെ ഇതേപോലത്തെ ഒരു പൂർണ്ണരൂപത്തിൻ്റെ മുന്നിലാട്ടോ. ഇവിടെ നമ്മൾ ബാഗും ഫോണൊക്കെ വെച്ചിട്ടാണ് അവിടേക്ക് പോണത്. പിന്നെ നമ്മൾ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങി പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ പോലും നമുക്ക് അവിടെ വഴിപാടായിട്ട് ഇടണ്ട കേട്ടോ. ബാക്കിയുള്ള അമ്പലങ്ങളിലാണെങ്കിൽ നമ്മൾ 1 രൂപയെങ്കിലും നമ്മളവിടെ ഒരു ദക്ഷിണയായിട്ട് വെക്കും, നമ്മുടെ ഒരു മനസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും നമ്മൾ 1 രൂപ പോലും നമ്മളവിടെ വെക്കേണ്ട. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഭഗവാനെ പൂജിക്കാം കേട്ടോ. ഒരമ്പലത്തിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനത് കാണുന്നത്. അത്രയും അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ മൈൻഡ്, യോഗ, അതാണ് സൈലൻസ്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ദൈവികമായൊരു ഭക്തി ഉണ്ടായിരിക്കണം കേട്ടോ. മറ്റുള്ളവരെ പോലെ അവിടെ പൂജയുണ്ട്, ആരാധനയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ മറ്റുള്ള നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ചും പുറത്തുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ചും ഇതൊരു യുണീക്കായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസാണോ ആണ് താനും, എന്നാൽ ഒരു ദേവാലയമാണോ അതുമാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞു. ഇതേപോലത്തെ ലൈറ്റും, അതായത് ഈ ലൈറ്റിൽ പറയണത് എന്താണ് ആദിയോഗിയുടെ ഉത്ഭവം, അതുപോലെ തന്നെ യോഗ എന്താണ്, യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ വണ്ടിയിൽ കയറിയപ്പോഴേക്കും പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളി തുടങ്ങിയിരുന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ നേരെ രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി.